എല്ലാവർക്കും നമസ്കാരം. ട്രിവാൻഡ്രം പൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നഗരത്തിലെ 38ഓളം സ്മാർട്ട് റോഡുകളുടെ പണി ഒരുമിച്ച് നടക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ നഗരം മുഴുവനും രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ്. എന്നിരുന്നാലും ഈ മാർച്ച് മാസത്തോടുകൂടി തന്നെ ഈ റോഡുകളെല്ലാം സ്മാർട്ടാക്കുമെന്നാണ് പറയുന്നത്. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ കാലാവധി കൂടി അവസാനിക്കുവാനിരിക്കുകയാണ്. നഗരമെമ്പാടും വളരെ ഊർജിതമായി തന്നെ റോഡ് പണി പുരോഗമിക്കുകയാണ്. തലസ്ഥാന നഗരിയിൽ ഇപ്പോൾ തിരക്ക് പിടിച്ച റോഡ് പണികൾ നടക്കുകയാണ്. കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ കീഴിലുള്ള റോഡുകളെല്ലാം 2024 മാർച്ച് മാസത്തോടെ പൂർണ്ണമായും സ്മാർട്ടാക്കി മാറ്റുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. 28 സെമി സ്മാർട്ട് റോഡുകളുടെയും 10 സ്മാർട്ട് റോഡുകളുടെയും പണികളാണ് നടക്കുന്നത്. 2020 ആരംഭിച്ച സ്മാർട്ട് റോഡ് പദ്ധതി സർക്കാരിന് വളരെയധികം നാണക്കേട് ഉണ്ടാക്കിയിരുന്നു. കോവിഡ് കാരണം പണികൾ മുടങ്ങുകയും ചെയ്തു. റോഡിന് ഇരുവശത്തും അണ്ടർഗ്രൗണ്ട് ഡക്റ്റിംഗ് വഴി ഇലക്ട്രിക് കേബിളുകളെല്ലാം അടിയിലേക്ക് മാറ്റുകയാണ്. ഓട നവീകരണം, തെരുവ് വിളക്കുകൾ, സൈക്ലിംഗ് പാത്ത്, ഫുട്പാത്ത് എന്നിവയാണ് സ്മാർട്ട് റോഡുകളിൽ ഉൾപ്പെടുന്നത്. ഇതിനോടകം നിരവധി റോഡുകളുടെ ഓട നിർമ്മാണവും മാൻഹോൾ നിർമ്മാണവും തകൃതിയായി നടക്കുന്നുണ്ട്. താഴ്ന്നു കിടക്കുന്ന ഓടകൾ റോഡിന്റെ നിരപ്പിലേക്ക് ഇപ്പോൾ ഉയർത്തുകയാണ്. വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പഴയ മാൻഹോളുകൾ മാറ്റി പുതിയ കോൺക്രീറ്റ് മാൻഹോളുകളും നിർമ്മിക്കുന്നുണ്ട്. ഡ്രെയിനേജ് പണി വാട്ടർ അതോറിറ്റിയും സ്മാർട്ട് റോഡ് കേരള റോഡ് ഫണ്ട് ബോർഡുമാണ് ഇപ്പോൾ നിർവഹിക്കുന്നത്. ഒരേ സമയം പണി നടക്കുന്നതുകൊണ്ട് ടാറിങ്ങിന് ശേഷം റോഡ് കുത്തിപ്പൊളിക്കൽ ഇപ്പോൾ നടക്കുന്നില്ല എന്നത് വലിയൊരു ആശ്വാസമാണ്. 2024 ജൂണിലാണ് സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് കാലാവധി അവസാനിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ കാലതാമസമുണ്ടായത് കരാറുകാരെ ലഭിക്കാത്തതാണ്. പല റോഡുകളുടെയും ടെൻഡർ പല പ്രാവശ്യം വിളിക്കുകയുണ്ടായി. നഗരത്തിലെ പ്രധാന റോഡുകളിലൊന്നായ CV രാമൻപിള്ള റോഡ് ആധുനിക നിലവാരത്തിലാക്കുന്ന പദ്ധതിയും തുടങ്ങിയിട്ടുണ്ട്. ആൽത്തറ മുതൽ ചെന്തിട്ട വരെയുള്ള ഭാഗത്ത് നവീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. 25 കോടി ചിലവിലാണ് കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ റോഡുകളുടെ നവീകരണം നടക്കുന്നത്. ഒരുമിച്ച് ആരംഭിച്ച് വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. BMBC അഥവാ ബിറ്റുമിൻ മെക്കാഡം ബിറ്റുമിനസ് കോൺക്രീറ്റ് എന്ന നിലവാരത്തിലാണ് റോഡുകൾ ഇപ്പോൾ നിർമ്മിക്കുന്നത്. നവീകരണം പൂർത്തിയായാൽ 10 വർഷത്തേക്ക് റോഡ് പൊളിക്കാൻ അനുമതി നൽകില്ലെന്നാണ് പറയുന്നത്. സ്മാർട്ട് സിറ്റി റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുന്ന 9 വാർഡുകളിലെ 44 റോഡുകളിൽ മാൻഹോൾ നിർമ്മാണവും നടക്കുകയാണ്. റോഡ് നിരപ്പിനനുസരിച്ച് മാൻഹോളുകൾ ഉയർത്തുകയാണ്. നവീകരണം നടക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയെന്ന് നോക്കിയാൽ സ്പെൻസർ ഗ്യാസ് ഹൗസ് ജംഗ്ഷൻ, BJT ഹാൾ ഫ്ലൈ ഓവർ, തൈക്കാട് ഹൗസ് കീഴേ തമ്പാനൂർ, കിള്ളിപ്പാലം അട്ടക്കുളങ്ങര, സ്റ്റാച്യു ജനറൽ ആശുപത്രി, ആൽത്തറ ചെന്തിട്ട, ഫോറസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ബേക്കറി ജംഗ്ഷൻ, നോർക്ക ഗാന്ധി ഭവൻ, ജനറൽ ആശുപത്രി വഞ്ചിയൂർ, ഓവർബ്രിഡ്ജ് ഉപ്പിടാമൂട് ജംഗ്ഷൻ, SMSM ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവൺമെന്റ് പ്രസ് റോഡ്, ഗണപതി കോവിൽ റോഡ്, കരുണാകരൻ സപ്തതി മന്ദിരം റോഡ്, SS കോവിൽ റോഡ്, ആനിമസ് സ്ക്രീൻ ബേക്കറി ജംഗ്ഷൻ റോഡ്, മാഞ്ഞാലിക്കുളം റോഡ്, പുന്നൻ റോഡ്, പുളിമൂട് റെസിഡൻസി ഹൗസിംഗ് ബോർഡ്, പുളിമൂട് റെസിഡൻസി മോഡൽ സ്കൂൾ, പുളിമൂട് റെസിഡൻസി മേട്ടുകട ജംഗ്ഷൻ, സ്റ്റാച്യു ചിറക്കുളം റോഡ്, ആയുർവേദ കോളേജ് ഓൾഡ് GPO, ആയുർവേദ കോളേജ് ചെട്ടിക്കുളങ്ങര റോഡ്, പബ്ലിക് ലൈബ്രറി നന്ദാവനം, പാളയം നന്ദാവനം പഞ്ചാപുര ജംഗ്ഷൻ, ന്യൂ തിയേറ്റർ റോഡ്, കൃപ തിയേറ്റർ അജന്ത തിയേറ്റർ റോഡ്, സെൻട്രൽ തിയേറ്റർ റോഡ്, പത്മവിലാസം റോഡ്, പഴവങ്ങാടി, അരിസ്റ്റോ, ചാല മാർക്കറ്റ്, ആര്യശാല, കല്യാൺ ആശുപത്രി, ചെന്തിട്ട NH ഡിവിഷൻ, DDEO ഓഫീസ് NH ഡിവിഷൻ, തകരപ്പറമ്പ് എന്നീ പ്രദേശങ്ങളിലാണ് റോഡ് പണികൾ ഇപ്പോൾ ഊർജിതമായി നടക്കുന്നത്. മേൽപ്പറഞ്ഞവയിൽ പലയിടത്തും റോഡ് ടാറിംഗ് മനോഹരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്തൊക്കെയായാലും ശരി തന്നെ ജനം ദുരിതത്തിലായി എന്ന കാര്യം വാസ്തവമാണ്. ഗതാഗതം തിരിച്ചുവിടുന്നതും നിർമ്മാണ പ്രവൃത്തികളും കൊണ്ട് നഗരയാത്ര ഇപ്പോൾ വളരെ ദുരിതത്തിലാണ്. പക്ഷേ 2 മാസം കഴിയുമ്പോൾ ഇതെല്ലാം മാറി ഗതാഗത കുരുക്ക് ഒഴിവാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പൂർത്തിയാക്കിയ റോഡുകൾ കുത്തിപ്പൊളിക്കാതെയും സമയാസമയം കുഴികൾ അടയ്ക്കുകയും മെയിൻ്റനൻസ് ജോലികൾ അലംഭാവം കൂടാതെ പൂർത്തിയാക്കുകയും ചെയ്യാൻ നമ്മുടെ അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിവേഗം പുരോഗമിക്കുന്ന തിരുവനന്തപുരം നഗരത്തിൻ്റെ നാഡീഞരമ്പുകളാണ് ഇവിടുത്തെ റോഡുകൾ. എല്ലാം നന്നായി വരട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, തിരുവനന്തപുരത്ത് മറ്റൊരു വിശേഷവും കാഴ്ചയുമായി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.